ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 ലോകകപ്പ് ഫൈനൽ നാളെയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ്. കന്നി കിരീടമാണ് ന്യൂസിലാൻഡിന്റെ ലക്ഷ്യം. ഇരു ടീമുകളും ഇന്ന് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. അഹമ്മദാബാദിൽ നിന്ന് മുഹമ്മദ് നൌഫൽ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. നൌഫൽ, വലിയ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒന്നാകെയുള്ളത്. നാളെയാണ് കലാശപ്പോര്. എത്ര വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീം? ഇന്നിപ്പോൾ പ്രാക്ടീസ് മത്സരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ നാളത്തെ ഒരു ഫൈനൽ 11 കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിക്കുമോ? അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവസാനവട്ട മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യ T20 ലോകകപ്പ് നിലനിർത്താൻ വേണ്ടി ഇറങ്ങുമ്പോൾ കന്നി കിരീടം ലക്ഷ്യമിടുന്ന ന്യൂസിലാൻഡും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് ഇരു ടീമുകളും പരിശീലനത്തിന് വരുന്നുണ്ട്. ആദ്യം ന്യൂസിലാൻഡ് ടീമാണ്, അതിനുശേഷം ഇന്ത്യൻ ടീം പരിശീലനം നടത്തും. അതിനുശേഷം ഇന്ത്യയുടെ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇവിടെ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ അവസാന പ്രതീക്ഷകൾ അദ്ദേഹം ആ സമയത്ത് പങ്കുവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്ത്യ ഈ ലോകകപ്പ് നിലനിർത്തുക എന്നുള്ളത് അതിൽ കുറഞ്ഞ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള അത്യധ്വാനത്തിലാണ് ഇന്ത്യ ഉള്ളത് എന്ന് നമുക്കറിയാം. സൗത്ത് ആഫ്രിക്കയോട് ഒരു കളി തോറ്റു എന്നതൊഴിച്ചാൽ ഇന്ത്യ ടൂർണമെന്റിലുടനീളം മേധാവിത്വം പുലർത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് എന്നുള്ളതാണ്. ന്യൂസിലാൻഡും അതുപോലെ തന്നെ അവർ ഓരോ കളിയിലും മെച്ചപ്പെട്ടു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. സെമി ഫൈനലിൽ ന്യൂസിലാൻഡ് പ്രകടനം എന്ന് പറയുന്നത് മറ്റേത് ടീമുകളെയും പേടിപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് അല്പം പേടിക്കേണ്ടി വരുന്നു എന്നതാണ്. പിന്നാലെ അടക്കമുള്ളവർ അതിഗംഭീരമായി ബാറ്റ് ചെയ്യുകയും വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യുകയും സൗത്ത് ആഫ്രിക്കയെ നിലം പരിശാക്കിയായിട്ടാണ് അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചത് എന്ന് നമ്മൾ ഓർക്കുക. ഇന്ത്യയാണെങ്കിൽ അല്പം വിയർത്താണ് ഫൈനലിലേക്ക് എത്തിയതും എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ നാളത്തെ പോരാട്ടം പ്രവചനാതീതമാണ്. ഇരു ടീമുകൾക്കും തുല്യ സാധ്യതയാണ് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഉറ്റുനോക്കുന്നത് മറ്റാരെയുമല്ല, സഞ്ജു സാംസനെ തന്നെയാണ്. സഞ്ജു സാംസൺ തുടർച്ചയായ 2 കളിയിലെ താരമായ ശേഷമാണ് ഫൈനലിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ലോകകപ്പിലെ ആദ്യത്തെ കളിയാണ്. ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹം ആദ്യമായി ഇറങ്ങുകയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അദ്ദേഹം ടീമിലുണ്ടായിരുന്നെങ്കിലും ഒരു കളി പോലും കളിക്കാൻ സാധിച്ചില്ല. ഇത്തവണ പല കളികളിലും കളിക്കാൻ സാധിച്ചു. ഏറ്റവും ഒടുവിൽ ഫൈനലിലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ സമ്മർദ്ദം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് നാളെ സമ്മർദ്ദമില്ലാതെ തന്നെ കളിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ സഞ്ജു വീണ്ടും സ്കോർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് അഭിഷേക് ശർമ്മയുടെ കാര്യം. അഭിഷേക് ശർമ്മ ഫൈനലിലെങ്കിലും ഫോമിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഒട്ടാകെയുള്ളത്. കോച്ചും ക്യാപ്റ്റനും ടീം അംഗങ്ങളുമൊക്കെ അഭിഷേകിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സഞ്ജു തന്നെ പറഞ്ഞു, നമുക്കറിയാം അഭിഷേക് ഫൈനലിൽ തിളങ്ങും, അഭിഷേകായിരിക്കും ഫൈനലിലെ താരമെന്നൊക്കെ സഞ്ജു പറയുകയുണ്ടായി. അങ്ങനെ വലിയ കോൺഫിഡൻസ് ടീം അംഗങ്ങളും കോച്ചുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേക് തിളങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത്. ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ പരാജയപ്പെട്ടതിന്റെ കറുത്ത ഓർമ്മകൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. പക്ഷേ T20യിൽ ഇന്ത്യ ഇവിടെ നിരവധി കളികൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള കളി തോറ്റതും ഇതേ ഗ്രൗണ്ടിലാണ് എന്ന് നമ്മൾ ഓർക്കുക. ഇന്ത്യ ന്യൂസിലാൻഡ് തമ്മിൽ ഒരു തവണയാണ് ഈ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടിയത്. അന്ന് ഇന്ത്യക്കായിരുന്ന വിജയം. ഇന്ത്യ വെറും വിജയമല്ല, ന്യൂസിലാൻഡെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള വെറും 66 റൺസിന് ന്യൂസിലാൻഡിനെ ഓൾ ഔട്ട് ആക്കിക്കൊണ്ടുള്ള വലിയ വിജയം, 200ഓളം റൺസിന്റെ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ല ഓർമ്മകളും മോശം ഓർമ്മകളും നൽകുന്ന ഗ്രൗണ്ടാണിത്. നല്ല പിച്ചാണെങ്കിൽ, ഫ്ലാറ്റ് പിച്ചാണെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. പക്ഷേ സ്ലോ പിച്ചാണെങ്കിൽ ഇന്ത്യ കുറച്ചധികം അധ്വാനിക്കേണ്ടി വരും എന്നുള്ളതാണ് നാളത്തെ ഒരവസ്ഥ. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി 1 ലക്ഷത്തിലധികം കപ്പാസിറ്റിയുള്ള 1 ലക്ഷത്തോളം കപ്പാസിറ്റിയുള്ള ഈ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തും. ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റഴിഞ്ഞു. ആവേശത്തിന്റെ പാരമ്യത്തിൽ മറ്റൊരു ലോക ക്രിക്കറ്റ് കിരീടത്തിനായി ഇന്ത്യ കാത്തിരിക്കുന്നു. നാളെയാണ് T20 ലോകകപ്പിന്റെ കലാശ പോരാട്ടം നടക്കുന്നത്. ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ്.